കേരളത്തിലെ ആളുകൾക്ക് കിഡ്നി രോഗം വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? എങ്ങനെയാണ് ഈ ഫേസ് തേക്കുന്ന ക്രീമുകളൊക്കെ ഈ കിഡ്നിയെ നശിപ്പിക്കുന്നത്? നമുക്ക് അതികഠിനമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും. കാലിലും അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമൊക്കെ നീര് സ്ഥിരമായിട്ട് വരിക. മൂത്രത്തിൽ പതയൊക്കെ കാണുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് യൂറിൻ ആൽബുമിൻ ടെസ്റ്റ്. എത്ര ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കേണ്ടി വരും? 10-12 ഗ്ലാസ് നമുക്ക് ഡെയിലി കുടിക്കാം. ഈ മൂത്രം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ മൂത്രം ഒരുപാട് അവിടെ കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻസ് വരാനും അത് ഹെൽത്തി അല്ല. നമ്മൾ ഇരുമ്പമ്പുളി എന്ന് പറയുന്ന സാധനം ഒരുപാട് കഴിച്ചിട്ട് കുട്ടികളടക്കം പല ആളുകളും ഡയാലിസിസ് എത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്ന് പറഞ്ഞു. അത് ശരിക്കും എന്തുകൊണ്ടാണ്? ചിക്കനും ബ്രസ്റ്റും പ്രോട്ടീനുകളും കഴിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നം വരിക. അല്ല, മരുന്നുകൾ എടുത്തത് കൊണ്ടല്ല ഒരിക്കലും കിഡ്നിക്ക് ഡാമേജ് വരിക. ചായ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചായ നമ്മുടെ ശരീരത്തിലെ എല്ലാ വെള്ളവും വലിച്ചെടുത്ത് യൂറിനാക്കി കളയുന്നൊരു സാധനമാണ്. വെള്ളം നല്ലപോലെ കുടിച്ചാൽ നമ്മളെ കിഡ്നി സ്റ്റോൺ പുറത്തു പോകും. വെള്ളം കുടിച്ചാൽ കിഡ്നി സ്റ്റോൺ. ഡോക്ടർ സ്റ്റോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സഹല CH, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഡോക്ടറെ, ഇപ്പം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഡോക്ടർ OPയിൽ വരുന്നത്, ഡോക്ടർ ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ്. അപ്പം ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് വരുന്നതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം കിഡ്നി പേഷ്യൻസ് ആയി മാറുന്നുണ്ട്. ഒരുപാട് ആളുകൾ, ഇപ്പോൾ ചെറിയ കുട്ടികളും വലിയ ആളുകളൊക്കെ മാറുന്നുണ്ട്. ഈ കേരളത്തിലെ ആളുകൾക്ക് കിഡ്നി രോഗം വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ് ശരിക്കും? പൊതുവേ ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നമ്മുടെ വെള്ളം കൂടി കുറയുന്നതാണ്. പൊതുവെ നമുക്കറിയാം, ഇന്ന് പ്രായം ചെന്ന ആളുകൾക്കും കിഡ്നി അസുഖങ്ങളുണ്ട്. അതേ തോതിൽ ഇന്ന് പുതിയ ആളുകൾക്ക്, യൂത്തിലും ഇന്ന് കിഡ്നി രോഗങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇന്ന് വെള്ളം കൂടി വളരെ കുറവാണ് ആളുകൾ. ഇനി കുടിക്കുന്ന വെള്ളമാണെങ്കിൽ തന്നെ മാർക്കറ്റിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പാക്കറ്റിലുള്ള ജ്യൂസുകൾ, അതൊക്കെയാണ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫോം. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് ഉപയോഗം വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് കൂടുതലായിട്ട് കിഡ്നി രോഗികൾ ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പം ഡോക്ടർ OPയിൽ ഏറ്റവും കൂടുതൽ വരുന്ന പേഷ്യൻസ് ഏതൊരു ഏജിലുള്ള ആളുകളാണ്? പല ഏജ് ഗ്രൂപ്പിലും കാണുന്നുണ്ട്. അതിൽ പ്രായം ചെന്ന ആളുകളിൽ കൂടുതലായിട്ട് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുള്ള ആളുകളുണ്ട്. അവർക്ക് ഈ മൂത്രതടസ്സം വരുന്ന ഈ ക്രിയാറ്റിൻ്റെ ബുദ്ധിമുട്ട് വന്ന് കിഡ്നി രോഗങ്ങൾ വരുന്ന ആളുകൾ കുറേയുണ്ട്. അതേ തോതിൽ ഇപ്പോൾ പ്രായം കുറഞ്ഞ ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിലും ഇതേപോലെ കിഡ്നി സ്റ്റോണുള്ള ആളുകൾ, അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകൾ, ലൈഫ് സ്റ്റൈൽ തീരെ കൺട്രോൾ ചെയ്യാത്ത ആളുകളിലും ഇന്ന് ഈ കിഡ്നി രോഗങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അത്തരം കേസുകളും ഇന്ന് OPയിൽ ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറെ, ഇപ്പം പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്കൊരു വളരെ വലിയ കൺഫ്യൂഷൻ തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നൊരു കാര്യമാണ് നമ്മൾ ഫേസിന് തേക്കുന്ന ക്രീമുകൾ പലപ്പോഴും നമ്മളെ കിഡ്നിയെ നശിപ്പിച്ചു എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഫേസ് തേക്കുന്ന ക്രീമുകളൊക്കെ ഈ കിഡ്നിയെ നശിപ്പിക്കുന്നത്? നമ്മൾ ഫേസിലാണ് അത് തേക്കുന്നതെങ്കിലും പക്ഷേ അതിൻ്റെ എഫക്റ്റ് നമുക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മളൊരു സ്കിന്നിലൊരു അസുഖം വന്നാൽ നമ്മൾ ഓയിൻമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേ ഒരു എഫക്റ്റാണ് നമ്മൾ ഫേസിലൊരു ക്രീം ഇടുമ്പോൾ അല്ലെങ്കിൽ ചുണ്ടിലൊരു ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ കിട്ടുന്നത്. അതിലുള്ള ഒരു നമുക്ക് പോയ്സണസ് ആയിട്ടുള്ള ചില കെമിക്കൽസ് ഉണ്ട്. പ്രത്യേകിച്ച് കാഡ്മിയം, മെർക്കുറി, ആർസനിക് പോലെ ചില പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. അതൊക്കെ ഈ സ്കിന്നിൻ്റെ താഴേക്ക് ഇറങ്ങി പിന്നെ സർക്കുലേഷനിലേക്ക് കയറുന്നുണ്ട്. അത് ബ്ലഡ് വഴി നമ്മുടെ കിഡ്നിയിലേക്ക് എത്തുകയും ഒരുപാട് കാലം ഇത്തരം കെമിക്കൽസ് അല്ലെങ്കിൽ ക്രീമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഡ്നിക്ക് അത് പ്രഷർ കൂടുന്നു അല്ലെങ്കിൽ ലോഡ് കൂടുന്നു. അതുവഴി കിഡ്നിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒരു 1-2 ദിവസം ഉപയോഗിച്ചുകൊണ്ടൊന്നും പ്രശ്നമില്ല. സ്ഥിരമായിട്ട് ലോ ക്വാളിറ്റിയിലുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ, മേക്കപ്പ് പ്രൊഡക്ട്സുകളൊക്കെ ഒരുപാട് കാലം ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരം രോഗങ്ങൾ ഇത്തരം പെൺകുട്ടികളിലൊക്കെ നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. ഇപ്പോൾ കിഡ്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ, ഇപ്പോൾ അസുഖങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കിഡ്നി നശിച്ചാലൊക്കെ ഏറ്റവും അവസാനത്തേക്കാണ് കിഡ്നി അസുഖങ്ങളൊക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? അല്ലെങ്കിൽ നമ്മൾ കിഡ്നി നശിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം കാണിച്ച ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? സാധാരണ നമുക്ക് കിഡ്നി ഒരുപാട് ലക്ഷണങ്ങൾ നേരത്തെ കാണിച്ചു തരുന്നുണ്ട്. പലപ്പോഴും അത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അതികഠിനമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും. അതുപോലെ തന്നെ കാലിലും അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമൊക്കെ നീര് സ്ഥിരമായിട്ട് വരിക. അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഒരു ഫുഡ് കാണുമ്പോഴേക്കും നമുക്ക് ഒരു മടുപ്പ് തോന്നുക, ഓക്കാനം തോന്നുക, ഛർദിൽ വരിക, ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യൂറിൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണാം. യൂറിനിൽ കളർ വ്യത്യാസം വരാം, അല്ലെങ്കിൽ യൂറിനിൽ ബ്ലഡിൻ്റെ അംശം കാണാം, അല്ലെങ്കിൽ യൂറിനിൽ പത കാണുക. ഷുഗറുള്ള ആളുകൾക്കൊക്കെ നേരത്തെ കണ്ടെത്തുന്ന ഒരു ലക്ഷണമാണ്
ഈ മൂത്രത്തിൽ പത കാണുന്നത്. ഇത്തരം ഒട്ടനവധി ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മൾ യൂറിൻ നോക്കിയിട്ട് നമുക്ക് പല കളറുകളും നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂത്രത്തിൻ്റെ കളർ നോക്കിയിട്ട് നമ്മളെ കിഡ്നിൻ്റെ ഹെൽത്ത് കണ്ടെത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം സാധാരണ ഒരു നോർമൽ യൂറിൻ എന്ന് പറയുന്നത് ഒരു പെയിൽ യെല്ലോ കളറാണ്. പക്ഷെ അതിൻ്റെ കളർ ഒന്നും കൂടെ കോൺസെൻട്രേറ്റഡ് ആവും. അതായത് നല്ല ഡാർക്ക് യെല്ലോ കളറായി കഴിഞ്ഞാൽ ഇതുപോലെ യൂറിൻ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകൾക്ക് കാണാം, സ്റ്റോൺ ഉള്ള ആളുകൾക്ക് കാണാം, കിഡ്നിയിൽ ഇൻഫെക്ഷൻ വരുന്ന ആളുകൾക്ക് കാണാം. അതുപോലെ തന്നെ യൂറിനിൽ RBC നോക്കാറുണ്ട്. രക്തത്തിൻ്റെ അംശം കാണുന്ന ആളുകൾക്കും ഇത്തരം കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് സ്ഥിരമായിട്ട് രക്തത്തിലൊക്കെ RBC അല്ലെങ്കിൽ രക്തത്തിൻ്റെ അംശം കാണുന്നത്. അതുപോലെ പത കാണുന്നത് പറഞ്ഞല്ലോ, പത കാണുന്നത് നമുക്ക് യൂറിനിലാണ് അധികം കാണുക. അതും ഈ ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മറ്റുള്ള രോഗങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളിലും പത കാണുമെങ്കിലും കിഡ്നി രോഗങ്ങൾക്കും നമ്മൾ നേരത്തെ പത കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കിഡ്നിൻ്റെ ആരോഗ്യം നമ്മൾ നോക്കുക എന്നുള്ള നമ്മളെപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിഡ്നിൻ്റെ ഹെൽത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം യൂറിൻ നമ്മൾ ഏറ്റവും പ്രൈമറി ആയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ യൂറിൻ റുട്ടീൻ ചെയ്യാം. അതിൽ നമുക്ക് യൂറിനിൽ പതയുണ്ടോ അല്ലെങ്കിൽ പഴുപ്പിൻ്റെ അംശമുണ്ടോ അല്ലെങ്കിൽ രക്തകണക്കളുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ പറ്റും. അതുപോലെ യൂറിനിൽ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ മൂത്രത്തിൽ പതയൊക്കെ കാണുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് യൂറിൻ ആൽബുമിൻ ടെസ്റ്റ്. അത് ഏറ്റവും പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളാണ്. എല്ലാവരും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റാണ് ബ്ലഡിലുള്ള ക്രിയാറ്റിനിൻ. അത് കണ്ടെത്തി അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ചിലപ്പോൾ കിഡ്നി രോഗങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. കാരണം ഒരു 50% കിഡ്നി കേടായാൽ മാത്രമേ ക്രിയാറ്റിനൊക്കെ കൂടി വരുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രൈമറി ആയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് ബ്ലഡിൽ യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് എന്ന് പറയുന്ന 3 ടെസ്റ്റുകളുണ്ട്. ആ 3 ടെസ്റ്റുകളും കൃത്യമായിട്ട് ചെയ്യണം. ക്രിയാറ്റിൻ മാത്രം ചെയ്താൽ പോരാ, യൂറിയ നോക്കണം, യൂറിക് ആസിഡ് നോക്കണം, ക്രിയാറ്റിൻ നോക്കണം. ഈ യൂറിയയും യൂറിക് ആസിഡൊക്കെ കൂടിക്കഴിഞ്ഞാലും കിഡ്നിക്ക് ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പം ഡോക്ടർ OPയിൽ കിഡ്നി പേഷ്യൻസ് എല്ലാവരും ചെയ്യുന്ന ഒരു ബിഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതെന്തായിരിക്കും? വെള്ളം കൂടി കുറയുക. വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ കിഡ്നിക്ക് വരും. കാരണം ഏകദേശം ഒരു നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ 1.5-2 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അത് വളരെ കുറയുന്ന സമയത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ വരും ശരീരത്തിൽ. അതുവഴി കിഡ്നിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരും. ഒരുപാട് അസുഖങ്ങൾ, യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ടും കല്ലായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്കായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ഈ വെള്ളം കൂടി കുറയുന്ന ആൾക്കാരിലാണ്. ഓക്കെ, ഇപ്പം വെള്ളം കൂടുതൽ കുടിക്കുന്നതാണോ അല്ലെ വളരെ കുറച്ച് കുടിക്കുന്നതാണോ കിഡ്നിക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്? ഏറ്റവും നല്ലത് ഒരു മോഡറേറ്റ് എമൗണ്ടിൽ വെള്ളം കുടിക്കുക. അതാണ് എല്ലാ പേഷ്യൻസിനോടും അല്ലെങ്കിൽ പേഷ്യൻ്റ് അല്ലാത്ത ആളുകളോടും പറയാനുള്ളത്. മോഡറേറ്റ് ലെവലിൽ ഒരു 1.5-2 ലിറ്റർ വെള്ളം എല്ലാവർക്കും കുടിക്കാം. അത് കുടിക്കുന്ന രീതിയും കൂടെ ശ്രദ്ധിക്കണം. കാരണം കുറച്ചായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. പല ആളുകൾ രാവിലേക്ക് എണീറ്റ ഉടനെ ഒന്നാകെ ഒരു ജഗ് വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്. അത് തെറ്റാണ്. കാരണം അത് ഒന്നാകെ നമ്മൾ ഒരു ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലൊക്കെ കുടിക്കുമ്പോൾ കിഡ്നിക്ക് ഒന്നും കൂടെ ലോഡ് കൂടും. കിഡ്നിക്ക് ഒരുപാട് ഫിൽറ്റർ ചെയ്ത് വരേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ ഒരു 250 ml ആയിട്ട് കുറച്ച് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് കിഡ്നിയെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ വീട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ 1.5 ലിറ്റർ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം വീട്ടിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇപ്പോൾ എത്ര മെഷർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് നല്ല ഗ്ലാസ് കണക്കിനാണ് നമുക്ക് ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടി അവർക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളെ കിഡ്നിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കേണ്ടി വരും? സാധാരണ ഒരു 10-12 ഗ്ലാസ് നമുക്ക് ഡെയിലി കുടിക്കാം. അതിലേറെ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ അതിലേറെ കുറയാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതിൽ ഈ വെള്ളം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുക ചായ, കാപ്പി, ജ്യൂസൊക്കെ അതിൽ പെടുന്നതാണ്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. ചായയും കാപ്പിയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് വരിക. ജ്യൂസുകൾ കുറക്കുക. അതിന് പകരം പ്യുവർ വെള്ളം, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ആയാലും കുഴപ്പമില്ല, കിഡ്നിക്ക് നല്ലതാണ്. പക്ഷേ പ്യുവർ വെള്ളമാണ് ഏറ്റവും നല്ലത്. അത് ഇതുപോലെ ഒരു 10-12 ഗ്ലാസ് ഡെയിലി കുടിച്ചു കഴിഞ്ഞാലും വളരെയധികം ഹൈഡ്രേഷൻ ശരീരത്തിന് കിട്ടും. ഓക്കെ, ഇപ്പം ആളുകൾ പിന്നെ ഇപ്പം സ്ഥിരമായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ വെള്ളം കൂടി ചില സമയത്ത് കൂട്ടാറുണ്ട്. ലൈക്ക് എന്താ പറയുക, രാവിലെ എഴുന്നേറ്റിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പേ ഒരു 1-2-3 ഗ്ലാസ് വെള്ളമൊക്കെ ഒറ്റയടിക്ക് കുടിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ
കണ്ടുവരുന്നുണ്ട്. അത് ആൾ അത് ഹെൽത്തിയാണ്, നമ്മളെ പിന്നെ എന്താ പറയുക നമ്മളെ വയറ്റിലുണ്ടാകുന്ന പിന്നെ എന്താ ബാക്ടീരിയാസൊക്കെ നമുക്ക് ഗട്ടിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ആളുകൾ വെള്ളം കുടിക്കുന്നത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ വെള്ളം കുടിക്കുന്നത് ശരിക്കും നല്ലതാണോ? വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് മോഡറേറ്റ് ലെവലിൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു പാകത്തിന്, രാവിലെ എണീറ്റ ഉടനെ ഒരു 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിലേറെ കൂടുതലായിട്ട് ലിറ്റർ കണക്കിനൊക്കെ വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്, അത് ഒഴിവാക്കുക. കാരണം ഒന്ന് രാവിലെ എണീറ്റ് ഒന്ന് വർക്ക് ചെയ്യാൻ, കിഡ്നിക്ക് ഒന്ന് വർക്ക് ചെയ്യാനുള്ള കുറച്ച് ടൈം കൊടുക്കണം. ആ ഒരു ടൈമിൽ ഒരു പാകത്തിന് വെള്ളം കുടിച്ച് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. ഓവറായിട്ട് കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഡോക്ടർ ഇപ്പം വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് മൂത്രമൊഴിക്കുക എന്ന് പറയുന്ന സാധനങ്ങളും. ഇപ്പം ബോയ്സിൻ്റെ കാര്യമല്ല, ശരിക്കും ബോയ്സിന് അത്ര പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പലപ്പോഴും ഞാൻ ഗേൾസിൻ്റെ കാര്യത്തിൽ ഇതിലാണ് കൺസേൺ ആയിട്ടുള്ളത്. കാരണം അവർ പലപ്പോഴും നമ്മളിപ്പോൾ കോളേജ് പഠിക്കുന്നത്, അവർ രാവിലെ പിന്നെ ടോയ്ലറ്റിൽ പോയി വരുന്നു, പിന്നെ അവരേറ്റവും എല്ലാ ഒട്ടുമിക്ക പെൺകുട്ടികളും പോകുന്നത് പിന്നെ ഈവനിങ് വീട്ടിൽ പോയിട്ടായിരിക്കും. അത്രയും നേരം അവർ പിടിച്ചു വെക്കുന്നൊരു സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. ഇത് ശരിക്കും അത് ഭയങ്കര ഡേഞ്ചർ തന്നെയല്ലേ? നല്ല ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളിലൊക്കെ. ഈ മൂത്രം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ മൂത്രം ഒരുപാട് അവിടെ കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻസ് വരാനും യൂറിനറി ഇൻഫെക്ഷൻസ് ഒരുപാട് റിക്കറൻ്റായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുവഴി ഇത്തരം ആളുകൾക്ക് കല്ല് രൂപപ്പെടാൻ ചാൻസ് കൂടുതലാണ്. കിഡ്നിയിൽ കല്ല് വരും, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതേ ഒരു അവസ്ഥ പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ട്. കാരണം പുരുഷന്മാരിലും ഒരുപാട് മൂത്രം പിടിച്ചു വെക്കുന്ന ആളുകളിൽ പ്രോസ്റ്റേറ്റ് വിഷയങ്ങൾ ഒരുപാട് കണ്ടെത്തുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് വീക്കം വരുന്ന ആളുകൾക്ക് അവർക്കൊക്കെ മൂത്ര സംബന്ധമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ, ഇടയ്ക്കിടയ്ക്ക് പോവുക. അത്തരം ആളുകളിൽ ഈ മൂത്രം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഒരു നോർമൽ പേഴ്സൺ ഡെയിലി എത്ര തവണ മൂത്രമൊഴിക്കണം? സാധാരണ ഒരു 6-7 തവണ ഡെയിലി മൂത്രമൊഴിക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ട് പറയാറുണ്ട്. കാരണം കുടിക്കുന്നതിനനുസരിച്ച് മൂത്രം പോകണം എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. അതിലൊരു 5-6-7 തവണയൊക്കെ നോർമലായിട്ട് ഒരാൾക്ക് പോയിരിക്കണം. അതിലേറെ കുറവ് വരുമ്പോഴാണ് നമ്മൾ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ അത് നമുക്ക് കണക്കുണ്ടോ ഇത്ര ലിറ്ററെങ്കിലും മൂത്രം ഡെയിലി പോകണം എന്നുള്ളത്? അതില്ല. സാധാരണ നമ്മൾ കുടിക്കുന്നതിനനുസരിച്ചാണ് മൂത്രം പോകുന്നത്. ഒരു 1.5 ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ ഏകദേശം ഒരു 6-7 തവണയൊക്കെ ഒരാൾക്ക് മൂത്രം പുറത്തേക്ക് പോകാറുണ്ട്. ആ രീതിക്കാണ് പറയാറുള്ളത്. ഇപ്പോൾ ഡോക്ടർ ഇപ്പം പകൽ സമയത്ത് മൂത്രമൊഴിക്കേണ്ട വിഷയങ്ങൾ നമുക്കിപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് നമ്മൾ സ്ലീപ്പ്. പല ആൾക്കാരും റെക്കറൻ്റ് ആയിട്ട് രാത്രി മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുന്നത് കാണില്ല. എനിക്കത് ഒഴിച്ചില്ലെങ്കിൽ എന്തൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ രാത്രിയൊക്കെ 2-3 തവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുന്നത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ? അത് ഹെൽത്തി അല്ല. കാരണം സാധാരണ രാത്രി നമുക്കറിയാം, ഒരു നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് രാത്രി മൂത്രമൊഴിക്കാൻ എണീക്കാറില്ല പൊതുവേ. പിന്നെ രാത്രി അധികമായിട്ട് നമ്മൾ ഫ്ലൂയിഡ്സ് എന്തെങ്കിലും കഴിച്ചാൽ, അതായത് വെള്ളം പാനീയ രൂപത്തിലുള്ള കഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക. പ്രത്യേകിച്ച് ചായ കൂടുതൽ കുടിക്കുന്ന ആളുകൾ, കാപ്പി ശീലമാക്കുന്ന ആളുകൾ, ജ്യൂസ്, കഞ്ഞി അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ രാത്രി ഒരുപാട് കഴിക്കുമ്പോഴാണ് ഈ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക. അതുപോലെ പ്രായം ചെന്ന ആളുകളിൽ ഇന്ന് ഒ പിയിലൊക്കെ കണ്ടുവരുന്നത് പ്രോസ്റ്റേറ്റ് വീക്കം ഒരുപാട് കാണുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് വീക്കം വരുന്ന സമയത്ത് മൂത്രനാളി ഒന്ന് ചുരുങ്ങും, ബ്ലാഡറിൽ മൂത്രം കെട്ടിക്കിടക്കും. അത് ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അത് ഹെൽത്തി അല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം അത് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരുപാട് പ്രാവശ്യം എണീക്കേണ്ടി വരില്ല. ഓക്കെ, അതെന്തെങ്കിലും നമ്മളെ കിഡ്നി അസുഖമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നോർമൽ തന്നെ? സാധാരണ പ്രായം ചെന്ന ആളുകളിൽ പ്രോസ്റ്റേറ്റ് വിഷയങ്ങളിൽ കാണുന്നത് കൊണ്ട് തന്നെ മൂത്രം അധികം കെട്ടിക്കിടക്കുന്ന ആളുകൾക്ക് കിഡ്നിയിലൊക്കെ ഭാവിക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാത്ത രീതിക്ക് നോർമൽ ആളുകൾക്ക് കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, ഇപ്പം നമ്മൾ കിഡ്നീൻ്റെ ഹെൽത്ത് നശിപ്പിക്കുന്ന ഒരു 5 ശീലങ്ങൾ പറയാൻ പറഞ്ഞാൽ അത് ഏതൊക്കെ ആയിരിക്കും ഡോക്ടർ പറയാം? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡീഹൈഡ്രേഷനാണ്. വെള്ളം കൂടി കുറയുന്നൊരു കണ്ടീഷൻ. കാരണം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ. സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, ജങ്ക് ഫുഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, പ്രത്യേകിച്ച് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ, ഈ KFC അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ് പോലെയുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഒരുപാട് ഉപ്പ് അല്ലെങ്കിൽ കെമിക്കൽസ്, അജിനോമോട്ടൊക്കെ ഒരുപാടുണ്ട്. അത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാലും ഇത്തരം കിഡ്നി രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, ഉപ്പിലിട്ട സാധനങ്ങൾ, ചിപ്സുകൾ, പാക്കറ്റ് ചിപ്സുകൾ, ചോക്ലേറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അതും ഇത്തരം ആളുകൾക്ക് കിഡ്നി രോഗങ്ങൾ വരുത്തും. അതുപോലെ പ്രായം ചെന്ന ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി കണ്ടെത്തുന്നത് സ്മോക്കിംഗ് ആണ്.
ഈ സ്മോക്കിംഗ് ഉള്ള ക്രോണിക്കായിട്ട് സ്മോക്കറായിട്ടുള്ള ആളുകൾക്ക് ഈ മൂത്രസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ക്യാൻസർ വരെ കണ്ടെത്തിയിട്ടുണ്ട്. സ്മോക്കിങ്ങും അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ ഉപയോഗമുള്ള പുരുഷന്മാർക്കും ഒരുപാട് മൂത്രസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരും. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇന്ന് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം പോലെ തന്നെ പ്രധാനമുള്ളതാണ് ഉറക്കക്കുറവുള്ള ആളുകൾക്കും ഇന്ന് നല്ലപോലെ ഇത്തരം മൂത്രസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പം സാൾട്ടിൻ്റെ വിഷയം പറഞ്ഞ ഒരു ചോദിക്കാണ്, നമ്മളൊരു ഒരു പ്ലേറ്റിലേക്ക് സാൾട്ട് ഇടുന്നു, ഒരു പ്ലേറ്റിലേക്ക് ഷുഗർ ഇടുന്നു, ഇതിൽ ഏറ്റവും പോയിസണൈസ് ഉള്ള കാര്യം ഏതാണ്? രണ്ടും ഈക്വലായിട്ട് പോയ്സൺ ആണ്. അമിതമായി കഴിഞ്ഞാൽ ഒക്കെ ഒരു മോഡറേറ്റ് ആയിട്ട് നോർമൽ എമൗണ്ടിൽ നമുക്കൊരു ഡെയിലി ഒരാൾക്ക് ഇത്ര എമൗണ്ട് സോൾട്ട് എടുക്കണം എന്ന് പറയാറുണ്ട്. അതിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ സോൾട്ടിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം എത്തിക്കഴിഞ്ഞാലാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുക. കാരണം BP കൂട്ടും. നോർമൽ ഒരാൾക്ക് അമിതമായിട്ട് ഉപ്പ് എത്തിക്കഴിഞ്ഞാൽ BP കൂടും, ബ്ലഡ് പ്രഷർ കൂടും. അതുവഴി കിഡ്നിയുടെ രക്തക്കുഴലുകൾക്കൊക്കെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി എത്ര ഗ്രാം ഉപ്പ് ഡെയിലി കഴിക്കാൻ പറ്റും? സാധാരണ ഒരു 5 ഗ്രാമൊക്കെയാണ് പറയാറുള്ളത്. ഒരു 5 ഗ്രാം എന്ന് വെച്ചാൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഈ കറിയിലിടുന്നതും നമ്മൾ എക്സ്ട്രാ ഇടുന്നതൊക്കെ എല്ലാം കൂട്ടിയിട്ടാണ് 5 ഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ പൊതുവേ കറിയിലൊക്കെ ഇടുന്നുണ്ട്. അതിന് പുറമേ എക്സ്ട്രാ ഈ സോൾട്ടഡ് ആയിട്ടുള്ള ചിപ്സും ബേക്കറി ഐറ്റംസും ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് അധികമായി പോകും. അപ്പോൾ അത് കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഷുഗറും തന്നെ അതുപോലെ പോയ്സൺ ആണ്. ഷുഗർ അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ രക്തക്കൊഴലുകൾക്കൊക്കെ പ്രശ്നം വരുത്തും. കിഡ്നിയിൽ അരിപ്പ പോലെയാണെന്ന് പറയാറുണ്ടല്ലോ, ഈ അരിപ്പ ഓരോ ഓട്ടയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഷുഗർ അമിതമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ ഇപ്പം ശീലങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് ഏറ്റവും നമ്മളെ കിഡ്നിയെ നശിപ്പിക്കുന്ന 5 ശീലങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഡോക്ടർ പറഞ്ഞു. ആ ശീലങ്ങളിൽ പ്രധാനപ്പെട്ട ഡോക്ടർ പറഞ്ഞൊരു വിഷയമാണ് നമ്മളെ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. കാരണം പല ഭക്ഷണങ്ങൾ ഇപ്പോൾ KFC പറഞ്ഞു, മെക്ഡൊണാൾഡ്സ് പറഞ്ഞു, ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഭക്ഷണങ്ങളാണ്. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കിഡ്നിൻ്റെ ഹെൽത്തിനെ ഏറ്റവും മോശമാക്കുന്ന ഒരു 5 ഭക്ഷണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് ഏതൊക്കെയാണ് ഡോക്ടർ പറയാം? ഏറ്റവും പ്രധാനപ്പെട്ടത് ബേക്കറി ഐറ്റംസ്, പ്രത്യേകിച്ച് ഷുഗർ കണ്ടൻ്റ് ഉള്ള അമിതമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും പോയ്സൺ ആയിട്ട് കാണുന്നത്. അതിൽ ചോക്ലേറ്റ് അമിതമായിട്ടുള്ള ഉപയോഗം, ബേക്കറി പലഹാരങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുക, ടിന്നിലുള്ള ഫുഡുകൾ, ക്യാനിലുള്ള ഫുഡുകൾ വളരെ പ്രശ്നമാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് അത് വളരെ ഡേഞ്ചറാണ്. ഈ ഒരു 4-5 ഭക്ഷണങ്ങളായിട്ട് മെയിൻ ലിസ്റ്റിൽ വരുന്നത്. പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ, ഉണക്കമീനൊക്കെ സ്ഥിരമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ ഉപ്പിലിട്ട സാധനങ്ങൾ, അച്ചാറായിക്കോട്ടെ പൈനാപ്പിൾ ആയിക്കോട്ടെ, ഒക്കെ ഉപ്പിലിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾക്കും ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ലാസ്റ്റായിട്ട് ഞാൻ ഒരു കേട്ട കേസാണ്, നമ്മൾ ഇരുമ്പമ്പുളി എന്ന് പറയുന്ന സാധനം ഒരുപാട് കഴിച്ചിട്ട് കുട്ടികളടക്കം പല ആളുകളും ഡയാലിസിസ് എത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്ന് പറഞ്ഞു. അത് ശരിക്കും എന്തുകൊണ്ടാണ് അത്തരം ഒരു ബുദ്ധിമുട്ട് അവിടെ വന്നിട്ടുള്ളത്? സാധാരണ കുട്ടികളാണിത് അധികം കഴിക്കണത്. കാരണം ഈ ഒരു സീസണിലൊക്കെ ഇരുമ്പമ്പുളി ഒന്നാകെ ഒരു മരത്തിൽ കാണുന്ന ഒരു സീസണാണ്. ആ സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും, ചില ആളുകളൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കാറുണ്ട്. ആ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതാണ് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളത്. പണ്ടത്തെ ആളുകളൊക്കെ പറയുന്നത് ഇത് കൊളസ്ട്രോൾ കുറക്കാൻ അല്ലെങ്കിൽ BP കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ് ഇരുമ്പമ്പുളി. പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്തിരുന്നത്? വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം ആ വെള്ളം ഉപയോഗിക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ അത് ഒന്നാകെ ജ്യൂസ് അടിക്കുകയാണ്. ഒരു 8-10 ഇരുമ്പമ്പുളി എടുത്തിട്ട് ജ്യൂസ് അടിച്ച് അത് വെറും വയറ്റിൽ കുടിക്കുന്നൊക്കെ ട്രെൻഡ് ഒരുപാട് കാണുന്നുണ്ട്. അങ്ങനെ കുടിക്കുമ്പോൾ അതിലൊരുപാട് ഓക്സലൈറ്റ് കണ്ടൻ്റ് ഉണ്ട്. ഓക്സലൈറ്റ് ഒരുപാട് കിഡ്നിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ക്രിസ്റ്റൽസ് ആയിട്ട് വരും, കിഡ്നിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ആ രീതിക്കാണ് കിഡ്നിക്ക് ദോഷമായിട്ട് അത് വരുന്നത്. അപ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ട്, അത് 1-2 ഇരുമ്പമ്പുളി ഡെയിലി കഴിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് സ്ഥിരമായിട്ട് 5-6 ഇരുമ്പമ്പുളി ജ്യൂസ് അടിച്ച് ഒരു 10, 20, 30 ദിവസമൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു ഡയാലിസിസിലേക്കും കിഡ്നി തകരാറിലേക്കൊക്കെ എത്തുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. ഇപ്പം ഡോക്ടർ ഇപ്പോൾ ഇരുമ്പമ്പുള്ളി പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ, ഞാനിപ്പോൾ അടുത്ത് എവിടെ ഒന്ന് വായിച്ചതാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. തക്കാളി കഴിക്കുന്നത് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നുണ്ടോ? സാധാരണ തക്കാളിയിൽ 1-2 കഴിച്ചുകൊണ്ട് കിഡ്നി സ്റ്റോണൊന്നും വരില്ല. കൂടുതലായിട്ട് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ഒന്ന് ട്രെൻഡാണല്ലോ, ആ ടൊമാറ്റോ സോസൊക്കെ ഒരുപാട് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാലാണ് ഈ തക്കാളിയിലുള്ള ഓക്സലൈറ്റ് ഉണ്ട്. ഈ ഓക്സലൈറ്റ് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റൽസ് ആയിട്ട് വരും കിഡ്നിയിൽ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കിഡ്നിക്ക് ഉണ്ടാകാനും കിഡ്നി സ്റ്റോൺ വരാനും അത് കാരണമാവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കറിയിലിടുന്ന 1-2 ചെറിയ പീസ് തക്കാളി കൊണ്ട് ഒരിക്കലും കിഡ്നി സ്റ്റോണൊന്നും വരില്ല. അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഡെയിലി ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഈ സ്റ്റോണും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളൂ. ഡോക്ടർ ഇരുമ്പമ്പുള്ളി തക്കാളിൻ്റെ വിഷയങ്ങൾ പറഞ്ഞല്ലോ, ആളുകൾക്ക് ഒരുപാട് സംശയമാണ്.
ഇതെങ്ങനെയാണ് ഇത്രയും സംശയങ്ങൾ വന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ആളുകൾ ചോദിക്കുന്നത് ഈ കടല, പയർ ഇത്തരം പിന്നെ കഴിച്ചാൽ കിഡ്നി നശിച്ചു പോവോ, അല്ലെങ്കിൽ കോഴിമുട്ട കഴിച്ചാലും പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ചാൽ കിഡ്നി നശിച്ചു പോകുമോ എന്നുള്ളത് ആളുകളുടെ സംശയം. അങ്ങനെ പ്രോട്ടീൻ കഴിച്ചാൽ നമ്മളെ കിഡ്നി നശിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ ശരീരത്തിന് ഒരു മോഡറേറ്റ് ലെവലിൽ പ്രോട്ടീൻ വേണം. അതായത് 1 കിലോ വെയിറ്റ് ഉള്ള ഒരു കിലോ ബോഡി വെയിറ്റിന് നമുക്കൊരു 1.5 ഗ്രാം പ്രോട്ടീൻ നമുക്ക് അത്യാവശ്യമാണ്. ആ രീതിക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ അധികം കാണുന്നത്, ഇന്നത്തെ ട്രെൻഡിങ്ങിൽ കാണുന്നത്, ജിമ്മിലൊക്കെ പോയിട്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നൊരു ട്രെൻഡ് ഉണ്ട്. അത് എപ്പോഴും അവരെ കയ്യിൽ പ്രോട്ടീൻ ഷെയ്ക്കാണ് കയ്യിലുള്ളത്. വാട്ടർ വളരെ കുറവാണ്. വാട്ടർ ബോട്ടിലിന് പകരം ഇന്ന് പ്രോട്ടീൻ ഷെയ്ക്കാണ് അധികം ഉള്ളത്. അപ്പോൾ പ്രോട്ടീൻ അമിതമായിട്ട് എത്തിക്കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് ഫിൽട്രേഷൻ ബുദ്ധിമുട്ടുണ്ടാക്കും, കിഡ്നിക്ക് ലോഡ് കൂടും, കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതേ രീതിക്ക് തന്നെയാണ് എല്ലാ പ്രോട്ടീനുകളും. മുട്ടയിലുള്ള പ്രോട്ടീൻ ആയിക്കോട്ടെ, കടല പരിപ്പിലുള്ള പ്രോട്ടീൻ ആയിക്കോട്ടെ, എല്ലാം കുറച്ച് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അമിതമായിട്ട് എത്തിക്കഴിഞ്ഞാലാണ് ഇത്തരം ആളുകൾക്കൊക്കെ കിഡ്നി വിഷയങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളത്. എല്ലാവർക്കും സംശയങ്ങൾ അതാണ്. മുട്ട അല്ലെങ്കിൽ ചിക്കൻ അധികമായിട്ട് കഴിച്ചാൽ പ്രശ്നം വരുമോ? ഇതൊക്കെ എന്താ അറിയോ, ഒരു കണക്കിന് കഴിച്ചാൽ യാതൊരു പ്രശ്നവും വരില്ല. സാധാരണ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് ചിക്കൻ ബ്രസ്റ്റ് അധികം കഴിക്കാൻ പറയാറുണ്ട്. അത് ഫുൾ ഓഫ് പ്രോട്ടീൻസ് ആണ്. അതും നമ്മൾ റെഗുലർലി മോണിറ്റർ ചെയ്ത് വേണം ജിമ്മിലുള്ള ആൾക്കാർ ഇത് കഴിക്കാൻ. പ്രത്യേകിച്ച് മസിൽ ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പ്രോട്ടീൻ അമിതമായിട്ട് ഉപയോഗിക്കുന്നത്. അത്തരം ആളുകളൊക്കെ റെഗുലർലി ചെക്ക് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, യൂറിയൻ, ക്രിയാറ്റിനും, യൂറിക് ആസിഡൊക്കെ കൂടുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഈ പ്രോട്ടീൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് എന്ത്, യൂറിക് ആസിഡും ക്രിയാറ്റിനൊക്കെ. അപ്പോൾ ഈ പ്രോട്ടീൻ അമിതമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് കൂടും, ബ്ലഡിൽ ക്രിയാറ്റിൻ കൂടും, യൂറിക് ആസിഡ്, യൂറിയൊക്കെ കൂടും. അപ്പോൾ റെഗുലർലി ചെക്ക് ചെയ്ത് മോണിറ്റർ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അല്ലാതെ തോന്നിയ പോലെ ഒരുപാട് പ്രോട്ടീൻ ഷേക്കും ഒരുപാട് ചിക്കനും ബ്രസ്റ്റും പ്രോട്ടീനുകളും കഴിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നം വരിക. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ഇരുമ്പമ്പുളി ആയിക്കോട്ടെ, ഭക്ഷണത്തിൻ്റെ ആയിക്കോട്ടെ, പ്രോട്ടീൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത് എന്താ പറയുക, പല കമൻസുകളും ആളുകൾ കിഡ്നി വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻസുകളാണ്. പിന്നെ അതുപോലെ എവിടെയെങ്കിലും ഇതുപോലെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനേക്കാൾ എത്രയോ ഒരു 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ 10 ഇരട്ടിയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ ഡോക്ടറെ പിന്നെ OP-യിൽ ഡോക്ടറോട് വന്ന് ചോദിച്ച സംശയങ്ങളുണ്ടാവും. ഇപ്പം അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇത് കേട്ടിട്ട് ഡോക്ടർ തന്നെ വണ്ടറായിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ട് അങ്ങനത്തെ കേസുകൾ. സാധാരണ നമ്മൾ OP-യിൽ വരുന്ന പ്രായം ചെന്ന ആളുകളുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർക്ക് മിക്കവാറും ആളുകൾക്ക് ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ BP ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകളൊക്കെ പറയുന്നത് ഈ ഷുഗറിൻ്റെ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകാൻ ചാൻസ് ഉണ്ടോ ഡോക്ടറെ ചോദിക്കലുണ്ട്. കാരണം എല്ലാവരുടെയും മൈൻഡിൽ അതാണ്, ഷുഗറിന് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷുഗറിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും കിഡ്നിക്ക് ബുദ്ധിമുട്ട് വരും എന്നുള്ളൊരു മിസ്കോൺസെപ്റ്റ് എപ്പോഴും ആളുകളുടെ ഇടയിലുണ്ട്. അപ്പോൾ അത്തരം ഒരു ബ്ലണ്ടറാണ് മെയിനായിട്ട് കേട്ടിട്ടുള്ളത്. കാരണം ഷുഗർ കൺട്രോൾ ചെയ്യാനല്ല അത്തരം ആളുകൾ നോക്കുന്നത്, ഷുഗറിന് മരുന്ന് കഴിക്കാതിരിക്കാം, എങ്ങനെയെങ്കിലും ഒറ്റമൂലിയിലൂടെ ഈ ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും അവർ നോക്കുക. പക്ഷെ അത് വളരെയധികം തെറ്റാണ്. കാരണം ഷുഗർ അധികമായി കഴിഞ്ഞാലാണ് പിന്നീടത് ബ്ലഡ് വഴി ഷുഗർ കിഡ്നിയിലേക്ക് എത്താനും കിഡ്നി എഫക്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. എപ്പോഴും ഷുഗറുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അത് കൺട്രോൾ ലെവലിലാണോ നോക്കുക. HbA1c എന്നൊരു ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ 7 താഴെ ആവാൻ നോക്കണം. അതുപോലെ തന്നെ ഭക്ഷണം ഒരുപാട് കൺട്രോൾ ചെയ്യണം. പിന്നെ മരുന്നുകൾ എടുക്കേണ്ട കേസിൽ നിർബന്ധമായിട്ടും മരുന്നുകൾ എടുക്കണം. അല്ല, മരുന്നുകൾ എടുത്തത് കൊണ്ടല്ല ഒരിക്കലും കിഡ്നിക്ക് ഡാമേജ് വരിക. ആ ഒരു ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് പലപ്പോഴും പ്രായം ചെന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാറുള്ളത്. ഓക്കെ, ഇപ്പം അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. ആളുകൾ എന്താ പറയുക, പിന്നെ പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിക്കുന്നത് ഷുഗർ കൂടുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കിഡ്നിൻ്റെ പ്രശ്നങ്ങളാന്ന് പറഞ്ഞിട്ട് പലരും നിർത്തുന്ന ആളുകളുണ്ട്. ഇത് അവരറിയുന്നില്ലല്ലോ ശരിക്കും ഇത് എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളത്. പ്രമേഹം കൂടിയിട്ടാണ് കിഡ്നി പ്രശ്നങ്ങൾ വരുന്നതെന്നോ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടല്ല എന്നുള്ളതോ എന്ത് ചെയ്യുന്നില്ല, ആളുകൾ മനസ്സിലാക്കുന്നില്ല. ശരിക്കും പ്രമേഹം അല്ലാതെ ഒരുപാട് അസുഖങ്ങൾ ഈ പറഞ്ഞ പോലെ കിഡ്നിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. കിഡ്നിനെ എഫക്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അസുഖം ഏതാണ്? കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പ്രമേഹം തന്നെയാണ്. പ്രമേഹം കഴിഞ്ഞാൽ പിന്നെ കണ്ടുവരുന്നത് BP പലപ്പോഴും ആരും ചെക്ക് ചെയ്യാറില്ല. ഹൈ BP ഒരുപാട് കാലം ക്രോണിക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് കിഡ്നി എഫക്റ്റ് ചെയ്യും. അതാണ് മെയിനായിട്ട്. പിന്നെ പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ ഒരുപാട് കാലം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ,
മൂത്രം കെട്ടിക്കിടക്കുന്നൊക്കെ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രഷർ വന്ന് കിഡ്നിയെ ഡാമേജ് ചെയ്യിക്കുന്ന അവസ്ഥയും കാണാറുണ്ട്. അതുപോലെ സ്റ്റോണ്, കിഡ്നി സ്റ്റോണുള്ള ആളുകൾ വലിയ കല്ലൊക്കെ ആണെങ്കിൽ അവിടെ ബ്ലോക്ക് വരും, കിഡ്നിക്ക് ബ്ലോക്ക് വരും. അങ്ങനെ കിഡ്നിയുടെ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ കല്ലൊക്കെ ആണെങ്കിൽ താഴെ നമുക്ക് നോർമലായിട്ട് യൂറിൻ വഴി താഴെ കൂടെ പോവാറുണ്ട്. പക്ഷേ വലിയ വലിയ കല്ലുകളൊക്കെ ഒരുപാട് കാലം അവിടെ നിന്ന് കഴിഞ്ഞാലാണ് കിഡ്നിക്ക് ഇൻഫെക്ഷൻ വന്ന് ഡാമേജ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉള്ളത്. സാധാരണ ഒ പിയിൽ കണ്ടുവരുന്ന കേസുകൾ ഇതൊക്കെയാണ്. ഓക്കെ. ഇപ്പം ആളുകൾ എപ്പോഴും ഒരു തെറ്റിദ്ധാരണ മനസ്സിലാക്കിയത് കിഡ്നി സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾക്ക് പിന്നീടും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞ ആളുകൾക്കും 4-5 വട്ടം സർജറി കഴിഞ്ഞ ആളുകൾക്കും എന്താണ് കിഡ്നി സ്റ്റോൺ തിരിച്ചു വരികയാണ്. അതെന്തുകൊണ്ടാണ്? സാധാരണ കിഡ്നി സ്റ്റോൺ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് കണ്ടെത്തണം. പലപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ ക്രിയാറ്റിൻ ടെസ്റ്റ് മാത്രം. ഈ കിഡ്നി സ്റ്റോൺ കൊണ്ട് കിഡ്നി ഡാമേജ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ക്രിയാറ്റിൻ മാത്രം നോക്കും. പലപ്പോഴും യൂറിക് ആസിഡ് നോക്കാറില്ല. യൂറിക് ആസിഡ് ഹൈ ആയി നിൽക്കുന്ന ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ യൂറിനിൽ അല്ലെങ്കിൽ നമ്മൾ ബ്ലഡിൽ മറ്റുള്ള കെമിക്കൽസ്, അതായത് പ്രത്യേകിച്ച് ഓക്സലേറ്റ് അല്ലെങ്കിൽ യൂറിക് ആസിഡ്, ഫോസ്ഫേറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മിനറൽസ്, കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അത് ഒരുപാട് ബ്ലഡിൽ കൂടി നിൽക്കുന്ന ആളുകൾക്കും ഇടയ്ക്കിടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് ബ്ലഡും യൂറിനൊക്കെ നോക്കുക. എന്തുകൊണ്ടാണ് കിഡ്നി സ്റ്റോൺ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും വരാതിരിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റും. സാധാരണ ഒരു സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് റിമൂവ് ചെയ്യും, പിന്നെ ഒരുപാട് കാലം ശ്രദ്ധിക്കാതെ നിൽക്കും, പിന്നെ വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ വീണ്ടും കല്ലുണ്ടാവും. അപ്പം അത്തരം ആളുകളൊക്കെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് വരുന്നത് കണ്ടെത്തുക, വെള്ളം നല്ലപോലെ കുടിക്കുക, ഹൈഡ്രേഷൻ വളരെ പ്രധാനമാണ്, ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുക, യൂറിൻ നോക്കുക. അത്തരം ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടെ മാത്രം അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞൊരു വിഷയമാണ് നമ്മളെ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാനുള്ള ഒരു കാരണം നമ്മൾ കഴിക്കുന്ന കാപ്പി, ചായ, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നല്ല. അപ്പം ശരിക്കും നമ്മൾ ഈ കുടിക്കുന്ന ചായ നമ്മളെ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ചായയിൽ അമിതമായി കഴിഞ്ഞാൽ, ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞാൽ 1-2 ഗ്ലാസ് കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഒരുപാട് ചായയും കാപ്പിയും ഇന്ന് ട്രെൻഡാണ്, ചായക്കടകൾ ട്രെൻഡാണ്, എണ്ണക്കടികൾ ട്രെൻഡാണ്. അതൊക്കെ ഒരുപാട് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ഈ ചായയിലുള്ള ചില കെമിക്കൽസ് കിഡ്നിയിൽ അടിഞ്ഞിട്ടും ഈ കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ കുറയും. ചായ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചായ നമ്മുടെ ശരീരത്തിലെ എല്ലാ വെള്ളവും വലിച്ചെടുത്ത് യൂറിനാക്കി കളയുന്നൊരു സാധനമാണ്. അങ്ങനെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറയാനും അത് കാരണമാവുന്നുണ്ട്. അതുവഴി ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഇപ്പം നമ്മൾ വെള്ളം നല്ലപോലെ കുടിച്ചാൽ നമ്മളെ കിഡ്നി സ്റ്റോൺ പുറത്തു പോകുമോ? വെള്ളം കുടിച്ചാൽ കിഡ്നി സ്റ്റോൺ പോവും. അത് ചെറിയ കല്ലാണെങ്കിൽ, അത് പ്രത്യേകിച്ച് 4 mm താഴെയുള്ള കല്ലൊക്കെ ആണെങ്കിൽ വെള്ളം കുടിച്ചാൽ തന്നെ നാച്ചുറലായിട്ട് യൂറിനിലൂടെ ഫ്ലഷ് ഔട്ട് ആവും. പക്ഷെ വലിയ കല്ലുകൾ, പ്രത്യേകിച്ച് 5-6 mm മുകളിലുള്ള കല്ലൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കണം, അതോടൊപ്പം നമ്മുടെ മെഡിസിൻസും കൂടെ എടുത്തു കഴിഞ്ഞാലേ അത് പുറത്തേക്ക് തള്ളാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ കല്ലുകളൊക്കെ, പ്രത്യേകിച്ച് 10-15 mm കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് നീക്കം ചെയ്യേണ്ടി വരും. അല്ലാതെ അതിന് താഴെയുള്ള കല്ലുകളൊക്കെ വെള്ളത്തോടൊപ്പം നമുക്ക് മെഡിസിൻസും കൂടെ എടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് അതിനെ പുറത്തേക്ക് തള്ളാൻ പറ്റും. ഇപ്പം ഡോക്ടർ, നമ്മൾ കിഡ്നിൻ്റെ ആരോഗ്യം നശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ മെയിനായിട്ട് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് പോകേണ്ട ഒരു ഏരിയ ആവശ്യമില്ല, നമ്മളെ കിഡ്നിയെ എങ്ങനെ ഹെൽത്തി ആക്കാം എന്നുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മളെ ശീലങ്ങൾ മാറ്റേണ്ടി വരും, നമ്മൾ ഭക്ഷണങ്ങൾ മാറ്റേണ്ടി വരും, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഹാബിറ്റുകൾ മാറ്റേണ്ടി വരും. ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റീസെറ്റ് ചെയ്യണം. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കംപ്ലീറ്റ് ചിലപ്പോൾ റീസെറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ശീലങ്ങളിൽ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കിഡ്നിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു 5 ശീലങ്ങൾ എന്തൊക്കെയായിരിക്കും? ഉറക്കം വളരെയധികം പ്രധാനമാണ്. കാരണം ഡെയിലി ഒരു 5-6 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഓർഗൻസും, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഒരു റെസ്റ്റ് കിട്ടും. റെസ്റ്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഇത്തരം അവയവങ്ങൾക്കൊക്കെ പ്രഷർ കൂടാനും ലോഡ് കൂടാനൊക്കെ കാരണമാവുക. അപ്പോൾ ഒരു 6 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. നല്ല രീതിക്ക് വെള്ളം കുടിക്കുക, നല്ല രീതിക്കുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. നല്ല ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സ് അടങ്ങിയ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്ത പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം മിതമായിട്ടുള്ള രീതിക്കുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുക. അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള മറ്റുള്ള ശീലങ്ങൾ, ആൽക്കഹോൾ, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക.
അതുപോലെ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഉപ്പ്, പഞ്ചസാര പരമാവധി ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഒരു മോഡറേറ്റ് ലെവലിൽ ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു രീതിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കിഡ്നിയെ ഒരുപാട് ഹെൽത്തി ആയിട്ട് ഒരുപാട് നാൾ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ശീലങ്ങൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ ഭക്ഷണങ്ങൾ ഹെൽത്തി ആക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ കിഡ്നിയെ ഏറ്റവും ഹെൽത്തി ആക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയായിരിക്കും? വെജിറ്റബിൾസും ഫ്രൂട്ട്സും അത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. വെജിറ്റബിൾസിൽ നമുക്കറിയാം പൊട്ടാഷ്യത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കുറവുള്ള വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് കുക്കുംബർ വളരെയധികം നല്ലതാണ്. അതുപോലെ പീച്ചിങ്ങ, പടവലങ്ങ പോലെയുള്ള ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. വാഴത്തണ്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ ഫ്രൂട്ട്സിൽ നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കിഡ്നിക്ക് ദോഷമുണ്ടാക്കാത്ത ഫ്രൂട്ട്സുകളാണ് ആപ്പിള്, പഴുത്ത പപ്പായ, പേരക്ക, അതുപോലെ പൈനാപ്പിൾ, അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ മീനുകൾ ഉൾപ്പെടുത്തുക, പ്രത്യേകിച്ച് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മീനുകൾ, അയില, മത്തി പോലെയുള്ള മീനുകൾ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം, പക്ഷേ ഒക്കെ ഒരു മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. കടല, പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാം, നട്ട്സുകൾ കഴിക്കാം, അല്ലെങ്കിൽ പ്ലാന്റ് പ്രോട്ടീൻസ് ആയിട്ടുള്ള നമുക്ക് ഇലക്കറികൾ അത് മോഡറേറ്റ് ലെവലിൽ കഴിക്കാം. ഒരുപാട് ഇലക്കറികൾ കഴിക്കുന്നതാണ് പലപ്പോഴും കിഡ്നി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഒരു മോഡറേറ്റ് ആയിട്ട് കുറഞ്ഞ അളവിൽ കഴിക്കുന്ന ഡെയിലി ബേസിസിൽ കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവാറില്ല. ഓക്കെ, ഇപ്പം നമുക്ക് ഇത്തരം ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ച് ഇനി നമുക്ക് പേഷ്യൻറ്റിന് ഡോക്ടർ എന്ത് അഡ്വൈസാണ് നമ്മളെ കിഡ്നി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാനുള്ളത്? സാധാരണ വെള്ളം കൂടി കുറഞ്ഞതാണല്ലോ മെയിനായിട്ട് ഒരു ഇപ്പോഴത്തെ ജനറേഷനിൽ കാണുന്നത്. അപ്പോൾ വെള്ളം നല്ലപോലെ കുടിക്കാൻ പറയും, അതും നല്ല രീതിയിൽ പ്യുവർ വാട്ടറായിട്ട് തന്നെ കുടിക്കാൻ പറയാറുണ്ട്. പലപ്പോഴും ചായയും കാപ്പിയും ഫ്രൂട്ട്സും ജ്യൂസുകളാണ് അധികം ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. ഒരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ അധികം കഴിക്കുന്നത് അതാണ്. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് നോർമൽ മിനറൽ വാട്ടർ തന്നെ കുടിക്കാൻ പറയാറുണ്ട്. പിന്നെ അതുപോലെ നാരങ്ങ വെള്ളം നല്ലതാണ്. നാരങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ചെറുനാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നതും ഈ കിഡ്നിയൊക്കെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ വളരെയധികം നല്ലതാണ്. അതുപോലെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരുന്ന ആളുകളൊക്കെ അത് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അതുപോലെ മൂത്രം പിടിച്ചു വെക്കുന്ന ആളുകൾ ആ ഒരു സ്വഭാവം മാറ്റാൻ പറയാറുണ്ട്. അതുപോലെ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് അത് പരമാവധി കുറയ്ക്കാൻ പറയാം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് യൂറിൻ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കിഡ്നി സ്റ്റോണൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകൾ അതിനനുസരിച്ച് വെള്ളം കൂടി കൂട്ടാൻ പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് ഈ ഇത്തരം ആളുകൾക്ക് കൊടുക്കാൻ. നമ്മളെ കിഡ്നി ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നാച്ചുറൽ വഴികൾ എന്തൊക്കെയായിരിക്കും? ചെറുനാരങ്ങ വെള്ളം വളരെയധികം നല്ലതാണ്. അതിൽ സിട്രേറ്റ് എന്നൊരു കണ്ടൻറ്റ് ഉണ്ട്. അത് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കാൽഷ്യത്തിനൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട് ഈ സിട്രേറ്റ് അടങ്ങിയിട്ടുള്ള ചെറുനാരങ്ങ വെള്ളം. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും അത് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ പ്യുവർ വാട്ടർ, സാധാ പച്ചവെള്ളം നല്ലപോലെ കുടിക്കുക. അതും മോഡറേറ്റ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയെ നാച്ചുറലായിട്ട് തന്നെ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളോട് ഇത്രയും വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഡോക്ടർ സഹല CH ആണ്. ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡോക്ടറുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്